നമസ്കാരം. കേരളത്തിൻ്റെ ചരിത്രത്തിൽ സർക്കാരിൻ്റെ നിലപാടുകൾക്ക് വിരുദ്ധമായി കേരള സർക്കാർ പോലീസിൻ്റെ നിലപാടുകൾക്ക് വിരുദ്ധമായി സർക്കാരിൻ്റെ പ്രോസിക്യൂട്ടർ കോടതിയിൽ ഒരു നിലപാട് സ്വീകരിച്ചു എന്നുള്ളത് ഞെട്ടുന്ന വാർത്ത തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. പറഞ്ഞു വരുന്നത്, ഈ കഴിഞ്ഞ മെയ് 27 മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ്റെ, അതായത് ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവായ പിണറായി വിജയൻ്റെ ബേക്കറി മുക്കിലുള്ള വീട്ടിൽ ED റെയ്ഡിനെത്തുകയുണ്ടായി. ED എത്തി മടങ്ങുന്ന സമയത്ത് 8 മണിക്കൂർ നേരം പിണറായി വിജയൻ്റെ വീട്ടിൽ റെയ്ഡ് നടത്തി വീണ വിജയൻ്റെ ബാങ്ക് പാസ്ബുക്കും ഫോണും അടക്കമുള്ള മൊബൈൽ ഫോണും അടക്കമുള്ള തെളിവുകൾ അടങ്ങുന്ന രേഖകൾ പിടിച്ച് അവർ ജോലി തീർത്തുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ED ഉദ്യോഗസ്ഥരെ ആക്രമിക്കുവാൻ വേണ്ടി CPMൻ്റെ നേതാക്കൾ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അതിൽ CPMൻ്റെ മന്ത്രിമാരുണ്ടായിരുന്നു, CPMൻ്റെ തലമുതിർന്ന നേതാക്കന്മാരും, CPMൻ്റെ സംസ്ഥാന സെക്രട്ടറിയായ MP ഗോവിന്ദൻ, അതുപോലെ CPMൻ്റെ MP മാർ, എങ്ങനെ പ്രാദേശിക നേതാക്കൾ എന്നിവരടങ്ങുന്ന ഒരു പറ്റം ആളുകളുണ്ടായിരുന്നു. അവർ EDയെ ആക്രമിക്കുന്ന കാഴ്ചയാണ് പിന്നീട് കണ്ടത്. ഇതിൽ കേരള പോലീസ് കേസെടുത്തിട്ടുണ്ടായിരുന്നു. കണ്ടാലറിയാവുന്ന 300 പേർക്കെതിരെ കേസെടുത്തു. 26 പേരെ അറസ്റ്റ് ചെയ്ത് ജയിലിലടയ്ക്കുകയും ചെയ്തു. എന്നാൽ ഈ ജയിലിലടച്ച ആളുകളുടെ ജാമ്യ ഹർജി പരിഗണിക്കുന്ന വേളയിലാണ് സർക്കാരിൻ്റെ താല്പര്യങ്ങൾക്കും തീരുമാനങ്ങൾക്കും വില വയ്ക്കാതെ പ്രോസിക്യൂട്ടറായ ഗീന കുമാരി അമ്മ ഈ EDയെ ആക്രമിച്ച കേസിലെ 9ാം പ്രതിയായ ഹരീഷ് കുമാറിന് ജാമ്യം അനുവദിച്ചിരിക്കുന്നു. നോ ഒബ്ജക്ഷൻ എന്നാണ് അവർ പറഞ്ഞത്. അതായത് ജാമ്യം കൊടുക്കുന്നതിന് പ്രോസിക്യൂഷന് യാതൊരു തരത്തിലുള്ള ഒബ്ജക്ഷനുമില്ല. ഇയാളെ കസ്റ്റഡിയിൽ വയ്ക്കേണ്ടതുണ്ട് എന്ന് പ്രോസിക്യൂഷന് തോന്നില്ല. അതുകൊണ്ട് അയാൾക്ക് ജാമ്യം അനുവദിക്കുന്നതിൽ പ്രോസിക്യൂഷൻ എതിർപ്പില്ല എന്നറിയിച്ചതോടുകൂടി ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട പ്രതികളിൽ 9ാം പ്രതിയായ ഹരീഷ് കുമാറിന് പ്രോസിക്യൂഷൻ്റെ സർക്കാർ വിരുദ്ധമായ നിലപാട് മൂലം ജാമ്യം കിട്ടി പുറത്തിറങ്ങി എന്നുള്ളതാണ്. ഇത് അക്ഷരാർത്ഥത്തിൽ സർക്കാരിനെ ഞെട്ടിക്കുന്നത് തന്നെയായിരുന്നു. പിണറായി വിജയൻ്റെ കാലത്ത് നിയമിച്ചിരുന്ന പ്രോസിക്യൂട്ടർ തന്നെയാണ് ഈ കേസിൽ ഹാജരായത് എന്ന് പറയുമ്പോൾ, പുതിയ സർക്കാർ വന്നപ്പോൾ പുതിയ സർക്കാരിന് ഇത്തരം നിയമനങ്ങൾ നടത്തുന്നതിലോ അല്ലെങ്കിൽ പുതിയ സംവിധാനങ്ങൾ ഏർപ്പെടുത്തുന്നതിലോ പറ്റിയ പിഴവാണ് എന്ന് തന്നെയാണ് രാഷ്ട്രീയക്കാർ ഇക്കാര്യത്തിൽ ചൂണ്ടിക്കാണിക്കുന്നത്. എന്നാൽ പോലീസ് കൃത്യമായി ഇക്കാര്യത്തിൽ പോലീസിൻ്റെ നടപടിക്രമങ്ങളുടെ ഭാഗമായി കൃത്യമായി പോലീസ് നയം വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. രേഖകൾ കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഒരു കാരണവശാലും ഇപ്പോൾ ജയിലിൽ കഴിയുന്ന ആളുകൾക്ക് ജാമ്യം കൊടുക്കരുത്, അങ്ങനെയാണെങ്കിൽ ഈ കേസിൻ്റെ തെളിവുകൾ നശിപ്പിക്കപ്പെടാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് കേസന്വേഷണത്തെ ബാധിക്കുന്ന തരത്തിൽ ഇവർക്ക് ഇപ്പോൾ അകത്ത് കിടക്കുന്ന ആർക്കും ജാമ്യം കൊടുക്കാൻ പാടില്ല എന്ന് കേരള പോലീസ് പറയുകയും, എന്നാൽ പോലീസിൻ്റെ ആ നയത്തിന് വിരുദ്ധമായി പ്രോസിക്യൂഷൻ ഒരു തീരുമാനം കൈക്കൊള്ളുകയും 9ാം പ്രതിക്ക് ജാമ്യം കിട്ടുകയും ചെയ്തു. ഇതിലൂടെ ഇനിയിപ്പോൾ അകത്ത് കിടക്കുന്ന ജയിലിൽ കഴിയുന്ന മറ്റു പ്രതികൾക്കും ജാമ്യത്തിന് വേണ്ടി അപേക്ഷിക്കാൻ സാധിക്കും. കാരണം മറ്റൊരാൾക്ക് ജാമ്യം കിട്ടി, അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തങ്ങൾക്കും ജാമ്യത്തിന് അർഹതയുണ്ട് എന്നിവർക്ക് വാദിക്കാൻ കഴിയും എന്നുള്ളത് തന്നെയാണ് സർക്കാരിനെ വെട്ടിലാക്കുന്നത്. എന്തായാലും പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്ത് പലയിടങ്ങളിലായി നിയമിച്ചിരുന്ന ഉദ്യോഗസ്ഥന്മാർ പിണറായി വിജയനോട് കൂറ് കാണിക്കുന്നു. ഈ പ്രോസിക്യൂട്ടറുടെ മുൻകാല രാഷ്ട്രീയ ചരിത്രം പരിശോധിക്കുമ്പോൾ അവർ SFIയുടെ നേതാവായിരുന്നു എന്നൊക്കെ തന്നെയാണ് ഇപ്പോൾ പറയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോഴും പാർട്ടിയോട് കൂറുള്ള രീതിയിൽ തന്നെയാണ് ഇത്തരം നിലപാട് എടുത്തിരിക്കുന്നത് എന്നാണ് വിവാദമായിരിക്കുന്നത്. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് 26 പേരെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചിരിക്കുന്നു. കണ്ടാലറിയാവുന്ന 300 പേർക്ക് കേസെടുത്തിരിക്കുന്നു. അതിൽ പലരെയും കണ്ടെത്താനുള്ള ശ്രമത്തിൽ തന്നെയാണ് പോലീസ്. എന്നാൽ ഈ കേസിലെ 1ാം പ്രതി എന്ന് പറയുന്ന പാളയം സന്തോഷിനെ പിടിക്കുവാൻ ഇതുവരെയും പോലീസിന് സാധിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ, പാളയം സന്തോഷ് എവിടെയാണ് എന്നുള്ളൊരു ചോദ്യം കൂടി ഇപ്പോൾ പോലീസിനെ വട്ടം കറക്കുന്നത് തന്നെയാണ്. എന്തായാലും പോലീസ് ഈ കാര്യത്തിൽ കാണിച്ച ശുഷ്കാന്തി പ്രോസിക്യൂഷൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട വസ്തുതയാണ്. ഇവിടെയാണ് ED ഉദ്യോഗസ്ഥരെ ഇത് ഏറെ പ്രകോപിപ്പിച്ചിരിക്കുന്നു. ഈ സംഭവത്തിന് ശേഷം ED ഡയറക്ടറായിരുന്ന രാഹുൽ നവീൻ തന്നെ കേരളത്തിലേക്ക് എത്തുകയും ED വീണ വിജയന് നേരെയുള്ള ഈ കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ ആലോചനകൾ നടത്തുകയും ചെയ്തു എന്നുള്ളതാണ് പറയാൻ കഴിയുന്നത്. അതിനുശേഷം തന്നെയാണ് സമൻസ് അയച്ച് വീണ വിജയനെ ചോദ്യം ചെയ്യുന്നതിന് വിളിച്ചു വരുന്നതും, അതുപോലെ തന്നെ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് വീണ വിജയൻ്റെ മാസപ്പടി
വിവാദവുമായി ബന്ധപ്പെട്ട് തെളിവുകൾ ഇഡിക്ക് കൈമാറണം എന്നുള്ള നിർണായകമായ നീക്കങ്ങളുമെല്ലാം കൊച്ചി PMLA കോർട്ടിൽ നടക്കുന്നതും കണ്ടത്. അതായത് ഇഡിയുടെ ഡയറക്ടറായ രാഹുൽ നവീൻ കൊച്ചിയിലേക്ക് പറന്നിറങ്ങിയതിനെ തുടർന്നാണ് ഇത്തരം ചില തടുലമായ നീക്കങ്ങൾ ഉണ്ടായത്. വീണ വിജയന് നേരെയുള്ള ഇത്തരം കേസിൻ്റെ അന്വേഷണത്തിൽ ഇഡി ഉദ്യോഗസ്ഥന്മാരെ ആക്രമിക്കപ്പെട്ടതിലുള്ള പ്രകോപനം കൂടി ഒരുപക്ഷെ ഉൾച്ചേർന്നാക്കാം എന്നൊക്കെ അന്ന് പറയപ്പെടുന്നുണ്ടായിരുന്നു. എന്നാൽ അക്ഷരാർത്ഥത്തിൽ ഇപ്പോൾ ഒരു കാര്യം സംഭവിച്ചിരിക്കുന്നു. ഇഡിയെ ആക്രമിച്ച കേസിൽ ഇതുവരെ ഇഡി കക്ഷി ചേർന്നിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ ഇഡി ഈ കേസിൽ കക്ഷി ചേർന്നിരിക്കുന്നു എന്നുള്ള ഏറ്റവും പുതിയ വാർത്താവിശേഷമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതായത് ഇഡിയുടെ ശക്തമായ പ്രതിഷേധവും പ്രതിരോധവും തന്നെയാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. ഉദ്യോഗസ്ഥന്മാരെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് പ്രോസിക്യൂഷൻ ഒരു പ്രതിക്ക് 9ാം പ്രതിക്ക് ജാമ്യം കൊടുത്തതുമായി ബന്ധപ്പെട്ട് അതിൽ കൃത്യമായ പ്രതിരോധം തീർത്തുകൊണ്ട് ഇപ്പോൾ ഇഡിയും ഈ കേസിൽ കക്ഷി ചേരുന്നതോടുകൂടി കേസിന് പുതിയൊരു മാനം കൈവരും. ഇനിയിപ്പോൾ ഈ കേസ് മറ്റേതെങ്കിലും വിഭാഗത്തിൽ ഉൾപ്പെടുത്തി വേറെ ഏതെങ്കിലും കോടതിയിലേക്ക് കേന്ദ്ര അന്വേഷണ ഏജൻസിയുമായി ബന്ധപ്പെട്ടതിൻ്റെ പേരിൽ കേരളത്തിന് വെളിയിലുള്ള എങ്ങോട്ടെങ്കിലും ഇത് അഥവാ ആസ്ഥാനമായ ഡൽഹിയിലേക്ക് തന്നെ കേസ് മാറ്റുമോ എന്നുള്ളതെല്ലാം കണ്ടറിയണം. ഇത് തന്നെയാണ് നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. എന്തായാലും പ്രോസിക്യൂഷൻ കേരള സർക്കാരിൻ്റെ പോലീസ് സമർപ്പിച്ച പോലീസിൻ്റെ ആവശ്യത്തിന് വിരുദ്ധമായി തന്നെ ഈ കാര്യത്തിൽ പെരുമാറിയിരിക്കുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട വസ്തുതയാണ്. എന്തായാലും ഇനി ഈ പ്രോസിക്യൂട്ടർ നീക്കണം എന്ന ആവശ്യം തന്നെയാണ് പോലീസും മുന്നോട്ട് വച്ചിരിക്കുന്നത്. പോലീസും ഈ പോലീസിൻ്റെ ആവശ്യങ്ങൾ നിരാകരിച്ച പ്രോസിക്യൂഷനും അതുപോലെ തന്നെ ഈ പ്രതികളും തമ്മിൽ ഒത്തുകളിച്ചു എന്നുള്ളത് തന്നെയാണ് പോലീസ് പറയുന്ന ഭാഷ്യം. പ്രോസിക്യൂട്ടർ നീക്കണം എന്ന് പോലീസും ആവശ്യപ്പെട്ടിരിക്കുന്നു. എന്തായിരിക്കും ഈ നടപടിയെ തുടർന്ന് ഇനി സർക്കാർ എടുക്കാൻ പോകുന്ന തീരുമാനം എന്നുള്ളത് കണ്ടറിയാം, കാത്തിരിക്കാം.